ഏഷ്യാനെറ്റിന് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഏഷ്യാനെറ്റ് നേരോടെ നിർഭയം നിരന്തരം മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണല്ലോ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിരുന്നു റിപ്പോർട്ടർ കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. റിപ്പോർട്ടർ അതിൻ്റെ റേറ്റിംഗ് 156 എന്ന മാർക്ക് റേറ്റിങ്ങിലേക്ക് കയറുകയും 149, 148 എന്ന റേഞ്ചിലേക്ക് ഏഷ്യാനെറ്റ് കുറയുകയും ചെയ്തു. ഏഷ്യാനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ്. ഒന്നാം സ്ഥാനം ഈ ആഴ്ചയും 24 തന്നെ നിലനിർത്തുകയും ചെയ്തു. ഏഷ്യാനെറ്റ് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പരമ്പരാഗത രീതിയിലുള്ള തന്നെയാണ് ഏഷ്യാനെറ്റിൻ്റെ എല്ലാ വാർത്തകളും വായിക്കുന്നതും ഒക്കെ തന്നെ. പിന്നെ പുതിയ മുഖങ്ങൾ അതിലേക്ക് കയറി വരുന്നില്ല എന്നുള്ള പുതിയ രീതിയിലുള്ള അവതരണങ്ങളൊന്നും വരുന്നില്ല. വലിയ പ്രാധാന്യമുള്ള വാർത്തകൾക്ക് പ്രാധാന്യത്തോടെ കാണുന്നില്ല. വ്യക്തി താല്പര്യങ്ങൾക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു തോൽവിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുക എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് നമുക്കറിയാം കേരളത്തിലെ തന്നെ ആദ്യത്തെ വാർത്താമാധ്യമ പ്രൈവറ്റായിട്ട് വന്നിട്ടുള്ള സ്വകാര്യ വാർത്താമാധ്യമ ചാനലാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഏഷ്യാനെറ്റിന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. അത് പൂർണ്ണമായും ഏഷ്യാനെറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇനി താഴേക്ക് പോയാൽ അതൊരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത താഴേക്ക് പോകായിരിക്കും. നോർമൽ മറ്റുള്ള ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് വളരെ മുമ്പിലാണ് മലയാള ചാനലുകളിൽ. പക്ഷേ വാർത്താ ചാനലിലേക്ക് വരുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസാണ് പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിന് ഒരിക്കലും ആ സ്ഥാനം നിലനിർത്താൻ സാധിക്കുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വീഴ്ചയാണ്, വൻ വീഴ്ച എന്ന് പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏഷ്യാനെറ്റ് എന്തുകൊണ്ട് മൂന്നാമതായി എന്നത് ഏഷ്യാനെറ്റ് തന്നെ മനസ്സിലാക്കേണ്ടതും തിരുത്തേണ്ടതുമാണ്. അല്ലെങ്കിൽ അവർക്ക് താഴേക്ക് ഇനിയും കുറഞ്ഞു വരികയും ഒരു മാതൃഭൂമി മനോരമയൊക്കെയുള്ളൊരു 100-ൽ താഴെയുള്ള റേറ്റിങ്ങിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ജനങ്ങൾ എന്തുകൊണ്ടാണ് മറ്റ് ചാനലുകളിൽ കൂടുതൽ ആശ്രയിക്കുന്നതെന്നും ഇവയൊക്കെ എന്തിനാണ് ഇങ്ങനെ കുറയുന്നതെന്നും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് പരസ്യത്തിൻ്റെ വരുമാനത്തിലൊക്കെ വലിയ ഇടിവുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റിപ്പോർട്ടറും 24 തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നു. എല്ലാ ആൾക്കാരെല്ലാവരും തന്നെ ആ 2 ചാനലിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്.